കാര്യേണ കാരണേന വാ സഹ ഏകസ്മിന്നർത്ഥേ സമവേതം സത്കാരണം അസമവായി കാരണം. കാര്യേണ കാരണേന വാ സഹ, കാര്യത്തോടൊപ്പമോ കാരണത്തോടൊപ്പമോ, ഏകസ്മിൻ അർത്ഥേ സമവേതം, ഏതെങ്കിലും ഒരു വസ്തുവിൽ സമവായ സംബന്ധേന ഇരിക്കുന്നത്, ഇരുന്ന കാര്യത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള കാരണമാണ് അസമവായി കാരണം. ഇപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള സമവായി കാരണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതിന് രണ്ടിനും ക്രമേണ ഉദാഹരണം പറയുകയാണ്. യഥാ തന്തു സംയോഗ പടസ്യ തന്തുരൂപം പടഗതരൂപസ്യ ച എന്ന്. അപ്പോൾ കാര്യത്തോടൊപ്പം ഒന്നിൽ ഇരുന്നു കൊണ്ട് അതിനെ ജനിപ്പിക്കുന്ന കാരണം എന്നാണ് ആദ്യത്തെ അസമവായി കാരണം. അതിൻ്റെ ഉദാഹരണമാണ് തന്തു സംയോഗ പടസ്യ. തന്തുക്കളുടെ സംയോഗം പടത്തിൻ്റെ അസമവായി കാരണമാണ്. ഇവിടെ കാര്യം എന്താണ്? കാര്യം പടഹ. കാര്യമാകുന്ന പടം സമവായ സംബന്ധേന എവിടെയാണ് ഇരിക്കുന്നത്? തന്തുക്കളിലാണ് ഇരിക്കുന്നത്. അതേ തന്തുക്കളിൽ തന്നെയാണ് സമവായ സംബന്ധേന തന്തു സംയോഗ എന്നുള്ള ഗുണം ഇരിക്കുന്നത്. അതുകൊണ്ട് കാര്യേണ സഹ ഏകസ്മിൻ അർത്ഥേ സമവേദം സത് കാരണം എന്നുള്ള ആ ഒന്നാമത്തെ അസമവായി കാരണം ആയിട്ട് അതിനെ കണക്കാക്കാം. രണ്ടാമത്തേൻ്റെ ഉദാഹരണം തന്തുരൂപം പടഗതരൂപസ്യ ച എന്ന്. തന്തുക്കളിലുള്ള രൂപം പടത്തിലുള്ള രൂപത്തിന് എന്താണ്? കാരണമാണ്. എന്ത് തരം കാരണം? അസമവായി കാരണമാണ്. അതിൻ്റെ ലക്ഷണമാണ് കാരണേന സഹ ഏകസ്മിൻ അർത്ഥേ സമവേദം എന്ന്. അതെങ്ങനെ സമന്വയിക്കുക ചോദിച്ചാൽ, കാരണേന എന്ന് പറഞ്ഞാൽ പടരൂപത്തിൻ്റെ കാരണമായിരിക്കുന്ന പടത്തോടൊപ്പം എന്നർത്ഥം. പടരൂപസ്യ കാരണം പടഃ. സഹ കുത്ര സമവായ സംബന്ധേന അസ്തി? തന്തുഷു സമവായ സംബന്ധേന അസ്തി. തത്രൈവ തന്തുരൂപമപ്പി സമവായ സംബന്ധേന അസ്തി. അതുകൊണ്ട് കാരണത്തോടൊപ്പം ഒരുമിച്ചിരിക്കുന്ന കാരണമാണ് അസമവായി കാരണം. അന്ന് രണ്ടാമത്തേൻ്റെ ഉദാഹരണം. ഇനി നിമിത്ത കാരണത്തെക്കുറിച്ച് പറയുകയാണ്. തദുഭയഭിന്നം കാരണം നിമിത്ത കാരണം. സമവായി കാരണവും അസമവായി കാരണവും അല്ലാത്ത എന്തൊരു കാരണമുണ്ടോ അതാണ് നിമിത്ത കാരണം. യഥാ തുരി വേമാധികം പടസ്യ. തുരി വേമ, തുരി എന്ന് പറഞ്ഞാൽ തറി, വേമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അമ്പിൽ അടിക്കുന്ന എന്തോ ഒരു തയ്യൽക്കാരുടെ കയ്യിലുള്ള സാധനമാണ്. ഈ പറയുന്ന ഉപകരണങ്ങളൊക്കെ നിമിത്ത കാരണമായിട്ട് കണക്കാക്കാവുന്നതാണ്. തദ്ദേതത് ത്രിവിധ കാരണമധ്യേ യത് അസാധാരണം കാരണം തദേവ കരണം. ഇങ്ങനെയുള്ള 3 തരം കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിൽ തന്നെ ഏതിനെയാണോ നമ്മൾ അസാധാരണ കാരണമായിട്ട് കണക്കാക്കുന്നത്, അത് ഒന്നിനെ മാത്രമേ കണക്കാക്കാവുന്നില്ല, പലതിനെ കണക്കാക്കിയാലും വിരോധമില്ല. അതിനൊക്കെ എന്ത് പറയുന്നു? കാരണം എന്നിങ്ങനെ സംജ്ഞയുണ്ട് എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ ഇനി പ്രമാണ വിചാരത്തിലേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു സന്ദർഭം എന്തായിരുന്നു? വീണ്ടും ഒരു തവണ പറയാം. സർവവ്യവഹാരഹേതുർ ഗുണോ ബുദ്ധിർ ജ്ഞാനം എന്നിങ്ങനെ ജ്ഞാനത്തിൻ്റെ ലക്ഷണം പറഞ്ഞു. അതിനെ 2ആയിട്ട് തിരിച്ചു. സ്മൃതി അനുഭവം എന്ന് അതിൽ അനുഭവത്തെ 4ആയിട്ട് തിരിച്ചു. അതിൻ്റെ കരണവും 4 തരത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ കരണം എന്താണ് എന്ന് പറയേണ്ടതായിട്ട് വന്നു. അപ്പോൾ അസാധാരണം, വ്യാപാരവത് അസാധാരണം, കരണം എന്ന് പറഞ്ഞു. അപ്പോൾ കാരണം എന്താണെന്ന് പറയണം ആദ്യം. അപ്പോൾ കൊണ്ട് കാരണം 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞ് കാര്യം എന്താണെന്ന് പറഞ്ഞു, കാരണം എന്താണെന്ന് പറഞ്ഞു. ഇനി വീണ്ടും കരണം എന്താണ് എന്ന് പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിച്ചു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രാസംഗികമായിട്ട് വന്ന ആ ഒരു വിഷയം കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അനുഭവ ചതുർവിധ എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? പ്രത്യക്ഷാനുഭവ, അനുമിതി രൂപമായ അനുഭവം, ഉപമിതി രൂപമായ അനുഭവം, ശാബ്ദബോധ രൂപമായിട്ടുള്ള അനുഭവം. അതിൻ്റെ ഓരോന്നിൻ്റെയും കരണങ്ങളും വേറെ വേറെ ഉണ്ട്. അതേതൊക്കെയാണ്? പ്രത്യക്ഷജ്ഞാനത്തിൻ്റെ കരണമാണ് ഇന്ദ്രിയം. അതിനെക്കുറിച്ച് ഓരോന്നായിട്ട് പറയാൻ പോവുകയാണ് ഇനി. അപ്പോൾ ആദ്യം പ്രത്യക്ഷജ്ഞാനത്തിൻ്റെ കരണം പ്രത്യക്ഷജ്ഞാനം, ഇത് രണ്ടും ചിന്തിക്കാൻ പോവുകയാണ്. തത്ര പ്രത്യക്ഷജ്ഞാനകരണം പ്രത്യക്ഷം. പ്രത്യക്ഷജ്ഞാനത്തിന് കരണമാണ് പ്രത്യക്ഷം എന്ന് വെച്ചാലോ, ഈ വാക്യത്തിൽ 2ാമത്തെ പ്രത്യക്ഷ ശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രത്യക്ഷജ്ഞാനത്തിന് കാരണങ്ങളാണ് ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്നാണെങ്കിൽ,
ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യം ജ്ഞാനം പ്രത്യക്ഷം. ഇന്ദ്രിയവും അർത്ഥവും തമ്മിലുള്ള സന്നികർഷം, അടുപ്പം, സംബന്ധം കൊണ്ട് വന്നു ചേരുന്ന ജ്ഞാനമാണ് പ്രത്യക്ഷജ്ഞാനം. ശരിയല്ലേ? ഇന്ദ്രിയവും അർത്ഥവും തമ്മിലുള്ള കോണ്ടാക്റ്റ്, സംബന്ധമില്ലെങ്കിൽ പ്രത്യക്ഷജ്ഞാനം വരില്ല. അപ്പോൾ ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യമായിട്ടുള്ള ജ്ഞാനമാണ് പ്രത്യക്ഷജ്ഞാനം. തത് ദ്വിവിധം, അത് രണ്ട് തരത്തിലാണ്. നിർവികൽപ്പകം സവികൽപ്പകം ചേതി. നിർവികൽപ്പക പ്രത്യക്ഷമെന്നും സവികൽപ്പക പ്രത്യക്ഷമെന്നും പ്രത്യക്ഷജ്ഞാനം രണ്ട് തരമുണ്ട്. തത്ര നിഷ്പ്രകാരകം ജ്ഞാനം നിർവികൽപ്പകം. നിഷ്പ്രകാരകം ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷണവും വിശേഷ്യവും വേർതിരിച്ച് വേറെയായിട്ട് ഉൾക്കൊള്ളാത്ത, വിഷയമാക്കാത്ത ജ്ഞാനം. അതിനാണ് നിഷ്പ്രകാരകം ജ്ഞാനം, നിർവികൽപ്പക ജ്ഞാനം എന്ന് പറയാം. പ്രകാര ശബ്ദത്തിന് വിശേഷണം എന്നർത്ഥം. ഇപ്പോൾ നീലോ ഘട എന്നൊരു ജ്ഞാനം, അതിൽ നൈല്യം എന്ന് പറയുന്നത് വിശേഷണമാണ്, ഘട എന്നുള്ളത് വിശേഷ്യമാണ്. അപ്പോൾ ഇതൊരു സവികൽപ്പക ജ്ഞാനമാണ്, നിർവികൽപ്പക ജ്ഞാനമല്ല. ഇനി അയം ഘട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു സവികൽപ്പക ജ്ഞാനമാണ്. കാരണം ഘടത്തിൽ ഘടത്വം വിശേഷണമാണ്, ഘടത്വത്തോട് കൂടിയിട്ടാണ് ഘടത്തിനെ അറിയുന്നത്. അപ്പോൾ അതും എന്താണ്, സവികൽപ്പക ജ്ഞാനമാണ്. അപ്പം നിഷ്പ്രകാരക ജ്ഞാനമാകുന്ന നിർവികൽപ്പക ജ്ഞാനത്തിന് എന്താ ഉദാഹരണം പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഉദാഹരണം നമ്മൾ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. വാക്കുകൊണ്ട് ആ ജ്ഞാനത്തിൻ്റെ സ്വഭാവത്തെ ഉല്ലേഖം ചെയ്തു കഴിഞ്ഞാൽ അത് സവികൽപ്പക ജ്ഞാനമായിട്ടേ തോന്നൂ. അതുകൊണ്ട് നിർവികൽപ്പക ജ്ഞാനം വിശേഷണ വിശേഷ്യഭാവത്തെ ഉൾക്കൊള്ളാത്ത ജ്ഞാനമാണ് എന്ന് ധരിച്ചാൽ മതി. സപ്രകാരകം ജ്ഞാനം സവികൽപ്പകം. യഥാ ഡിത്ഥോയം ബ്രാഹ്മണോയം ശ്യാമോയം പാചകോയം ഇതി. ഇത് പ്രവൃത്തി നിമിത്തങ്ങൾ വേറെ, ഈ ഓരോ ശബ്ദങ്ങളുടെ പ്രത്യേകതയുണ്ട്. ഡിത്ഥോയം എന്ന് പറഞ്ഞാൽ അതൊരു സംജ്ഞ, ബ്രാഹ്മണോയം എന്ന് പറഞ്ഞാൽ ഒരു ജാതി, ശ്യാമോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണം, പാചകോയം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ. അപ്പോൾ സംജ്ഞയോ ജാതി മുതലായിട്ടുള്ള ധർമ്മങ്ങളോ ഗുണം മുതലായിട്ടുള്ള ധർമ്മങ്ങളോ ക്രിയ മുതലായവയോ എന്തെങ്കിലുമൊക്കെ അതിനോട് കൂടി ചേർന്നിട്ട് അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ സവികൽപ്പക ജ്ഞാനം എന്ന് പറയുന്നു. പ്രത്യക്ഷജ്ഞാനഹേതുർ ഇന്ദ്രിയാർത്ഥ സന്നികർഷ ഷഡ്വിധ. ഇനി സന്നികർഷങ്ങളെക്കുറിച്ച് പറയാൻ പോവുകയാണ്. സന്നികർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയവും അർത്ഥവും, അർത്ഥം എന്ന് പറഞ്ഞാൽ വിഷയം, വിഷയവുമായിട്ടുള്ള സംബന്ധത്തിനാണ് സന്നികർഷം എന്ന് പറയുക. ആ സന്നികർഷങ്ങൾ 6 തരത്തിലുണ്ട്. സംയോഗ, സംയുക്ത സമവായ, സംയുക്ത സമവേത സമവായ, സമവായ സമവേത സമവായ, വിശേഷണ വിശേഷ്യഭാവശ്ചേതി. പ്രത്യക്ഷജ്ഞാനഹേതുർ ഇന്ദ്രിയാർത്ഥ സന്നികർഷ ഷഡ്വിധ എന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യക്ഷജ്ഞാനത്തിൻ്റെ ഹേതുവായിരിക്കുന്ന ഇന്ദ്രിയാർത്ഥ സന്നികർഷം 6 തരത്തിലുണ്ട്. അതിലാദ്യത്തെയാണ് സംയോഗ. സംയോഗ സന്നികർഷം എവിടെയാണെന്ന് ചോദിച്ചാൽ, ചക്ഷുഷ ഘടപ്രത്യക്ഷജനനെ സംയോഗ സന്നികർഷ. കണ്ണുകൊണ്ട് ഘടം മുതലായ വസ്തുക്കളെ കാണുമ്പോൾ സംയോഗ സന്നികർഷമാണ് ഉള്ളത്. അതായത് ചക്ഷുരേന്ദ്രിയം ഘടം എന്ന ദ്രവ്യവുമായിട്ട് സംയുക്തമാകുന്നു. അതെങ്ങനെയാണ്? ചക്ഷുരേന്ദ്രിയം നമ്മുടെ ദേഹത്തല്ലേ ഇരിക്കുന്നത് ചോദിച്ചാൽ അങ്ങനെയല്ല. ചക്ഷുരേന്ദ്രിയം എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാക്ഷുഷം തേജ ആണ്. കൃഷ്ണതാരാഗ്രവർത്തിയായിരിക്കുന്ന ആ തേജസ് പുറത്തു പോയിട്ട് വിഷയത്തോട് സംയോജിക്കുന്നു. അതാണ് സംയോഗ സന്നികർഷ എന്ന് എഴുതിയത്. ചക്ഷുരേന്ദ്രിയത്തിന് നേരിട്ട് വിഷയത്തോട് സംയോഗം എന്ന സന്നികർഷമുണ്ട്. ഇനി സംയുക്ത സമവായ രണ്ടാമത്തെ, അതെവിടെയാണ് ഉപയോഗപ്പെടുന്നത്? ഘടരൂപപ്രത്യക്ഷേ സംയുക്ത സമവായ. ഘടരൂപം, ഘടത്തിൻ്റെ രൂപം, ഘടത്തിലുള്ള വർണ്ണം എന്നർത്ഥം. അതിനെ പ്രത്യക്ഷമാക്കണമെങ്കിൽ സംയുക്ത സമവായ എന്നുള്ള സന്നികർഷം വേണം. കാരണം ഘടരൂപവുമായിട്ട് ചക്ഷുസ്സിന് നേരിട്ട് സംയോഗം പറയാൻ പറ്റില്ല. സംയോഗം എന്ന് പറയുന്നത് എപ്പോഴും ദ്രവ്യങ്ങൾക്ക് തമ്മിൽ മാത്രമേ സംയോഗമുള്ളൂ. ഘടത്തിലുള്ള രൂപം ഒരു ഗുണമാണ്. ആ ഗുണമാകട്ടെ ഘടത്തിൽ സമവായ സംബന്ധേന ഇരിക്കുന്ന ഗുണമാണ്. അപ്പോൾ എന്ത് വേണം? പരമ്പരാ സംബന്ധം പറയണം ഇന്ദ്രിയത്തിന്. ഇന്ദ്രിയം ഘടവുമായിട്ട് സംയോജിക്കുന്നു, ആ ഘടത്തിൽ സമവായ സംബന്ധേന രൂപം ഇരിക്കുന്നു. അപ്പോൾ സംയോഗ പ്ലസ് സമവായ, സംയുക്ത സമവായ എന്ന് പറയണം.
സംയുക്തസമവായः സന്നികർഷः. ചക്ഷുസംയുക്തേ ഘടേ രൂപസ്യ സമവായാത്. എന്തുകൊണ്ടാണോ ചക്ഷുസംയുക്തമായിരിക്കുന്ന ഘടത്തിൽ രൂപം സമവായ സംബന്ധേന ഇരിക്കുന്നത്, അതുകൊണ്ട് ചക്ഷുസ്സിന് രൂപവുമായിട്ടുള്ള സംബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവലം സംയോഗമോ കേവലം സമവായമോ അല്ല, മറിച്ച് സംയുക്ത സമവായമാണ് എന്ന് കാണിച്ചു. അതേപോലെ അടുത്തത് സംയുക്ത സമവേത സമവായ. ഒരു സ്റ്റെപ്പും കൂടി മുമ്പിലേക്ക് പോവുകയാണ്. പരമ്പരാ സംബന്ധം. സംബന്ധം രണ്ട് തരത്തിലാണ്, സാക്ഷാത് സംബന്ധം എന്നും പരമ്പരാ സംബന്ധം എന്നും. രണ്ട് സംബന്ധങ്ങൾ കൂടിച്ചേർന്ന് പറയുമ്പോഴാണ് പരമ്പരാ സംബന്ധം എന്ന് പറയാം. ഇപ്പോൾ സംയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാത് സംബന്ധമാണ്, സംയുക്ത സമവായ എന്ന് പറഞ്ഞാൽ പരമ്പരാ സംബന്ധമാണ്. സംയുക്ത സമവേത സമവായ എന്നുള്ള സന്നികർഷത്തിനെയാണ് ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത്. ശ്രോത്രേണ അതിനു മുമ്പ് രൂപത്വസാമാന്യ പ്രത്യക്ഷേ സംയുക്ത സമവേത സമവായ സന്നികർഷഃ. രൂപത്വസാമാന്യം. രൂപത്വസാമാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപത്വമാകുന്ന സാമാന്യം. രൂപത്വമാകുന്ന സാമാന്യമാണ് രൂപത്വസാമാന്യം. സാമാന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതി, ദ്രവ്യ, ഗുണ, കർമ്മ, സാമാന്യ എന്ന നാലാമത്തെ പദാർത്ഥം ജാതി, സാമാന്യം. അപ്പോൾ രൂപത്വം എന്ന് പറയുന്ന സാമാന്യം അല്ലെങ്കിൽ ജാതി എവിടെയാണുള്ളത്? എല്ലാ രൂപങ്ങളിലുമാണ് ഉള്ളത്. ഏത് സംബന്ധം കൊണ്ടാണ്? സമവായ സംബന്ധം കൊണ്ടാണ്. അപ്പോൾ എല്ലാ രൂപങ്ങളിലും ഇരിക്കുന്ന രൂപത്വം എന്ന സാമാന്യത്തെയാണ് ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷമാക്കേണ്ടത്. അപ്പോൾ ആ രൂപത്വ സാമാന്യവുമായിട്ട് അല്ലെങ്കിൽ രൂപത്വ ജാതിയുമായിട്ട് ചക്ഷുരേന്ദ്രിയത്തിന് സംബന്ധം പറയണം. എങ്ങനെയാണ് പറയുക? ചക്ഷുരേന്ദ്രിയത്തിനോട് നേരിട്ട് സംബന്ധമുള്ളത് ആ ദ്രവ്യമാണ്. ഘടഹ പടഹ എന്താ വെച്ചാൽ അത് ആ ദ്രവ്യമാണ് ചക്ഷുരേന്ദ്രിയവുമായിട്ട് സംയുക്തമായിട്ടുള്ളത്. ആ ദ്രവ്യത്തിൽ സമവായ സംബന്ധേന രൂപമിരിക്കുന്നു. ആ രൂപത്തിൽ വീണ്ടും സമവായ സംബന്ധേന രൂപത്വം ഇരിക്കുന്നു. അപ്പോൾ രണ്ട് സമവായം, ആദ്യം ഒരു സംയോഗം. മനസ്സിലായില്ലേ? അപ്പോൾ ചക്ഷുസംയുക്തഃ ഘടഃ, തസ്മിൻ ഘടേ രൂപം സമവായ സംബന്ധേന അസ്തി, തസ്മിൻ രൂപേ രൂപത്വം സമവായ സംബന്ധേന അസ്തി. അപ്പോൾ ചക്ഷുസംയുക്ത സമവേത സമവായ, അതാണ് സംയുക്ത സമവേത സമവായ എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് സംയോഗ, സംയുക്ത സമവായ, സംയുക്ത സമവേത സമവായ. അത് കഴിഞ്ഞ സമവായ. അതെവിടെയാണ്? സമവായ സന്നികർഷം എവിടെയാണ് ഉപയോഗപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ശ്രോത്രേണ ശബ്ദസാക്ഷാത്കാരേ സമവായ സന്നികർഷ. ചെവി കൊണ്ട് ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ ശബ്ദമാണ് അവിടെ വിഷയം അല്ലെങ്കിൽ അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ വിഷയം, പ്രത്യക്ഷജ്ഞാനത്തിൻ്റെ വിഷയം ശബ്ദമാണ്. ആ ശബ്ദവുമായിട്ട് ശ്രോത്രേന്ദ്രിയത്തിന് സംബന്ധം പറയണം. ശ്രോത്രേന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രോത്രേന്ദ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണഷഷ്കുലിയിൽ ഉള്ള അകത്തുള്ള ആകാശമാണ് ശ്രോത്രേന്ദ്രിയം. ശ്രോത്രേന്ദ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണഷഷ്കുല്യവച്ഛിന്നമായ ആകാശം എന്ന് പറയും. കർണഷഷ്കുലിയാൽ പരിച്ഛേദിക്കപ്പെട്ട ആകാശം തന്നെയാണ് ശ്രോത്രേന്ദ്രിയം. ശബ്ദം എന്ന് പറയുന്നത് ആകാശത്തിൽ സമവായ സംബന്ധേന ഇരിക്കുന്നതാണ്. അപ്പോൾ ശ്രോത്രേന്ദ്രിയവും ശബ്ദവും തമ്മിൽ സമവായ സംബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്? ശ്രോത്രേന്ദ്രിയം എന്ന് പറയുന്നത് തന്നെ ആകാശത്തെയാണ്, മഹാകാശത്തെ അല്ല, കർണഷഷ്കുല്യ അവച്ഛിന്നമായ ആകാശത്തെയാണ്. ആയിക്കോട്ടെ, എങ്കിലും അത് ആകാശം തന്നെയാണല്ലോ. അപ്പോൾ ആ ആകാശത്തിൽ ശബ്ദം സമവായ സംബന്ധേന ഇരിക്കുന്നു. അതുകൊണ്ട് സമവായ സന്നികർഷ. ഇനി ശബ്ദത്വ സാക്ഷാത്കാരെ സമവേത സമവായ. ശബ്ദത്തിലിരിക്കുന്ന ശബ്ദത്വം, ആ ശബ്ദത്വവുമായിട്ട് ശ്രോത്രേന്ദ്രിയത്തിന് സംബന്ധം പറയണം. എന്താണ് സംബന്ധം? സമവേത സമവായ. ശ്രോത്രേന്ദ്രിയവുമായിട്ട് ശബ്ദത്തിന് നേരിട്ട് സമവായ സംബന്ധമുണ്ട്. ആ ശബ്ദത്തിൽ ശബ്ദത്വം ഇരിക്കുന്നു. ഏത് സംബന്ധം കൊണ്ട്? സമവായ സംബന്ധം കൊണ്ട്. അപ്പോൾ സമവായ പ്ലസ് സമവായ, സമവേത സമവായ, സമവേതേ സമവായ എന്നർത്ഥം. സമവായ സംബന്ധേന ഇരിക്കുന്നത് സമവേദം, അതിൽ ഉള്ള സമവായം സമവേത സമവായം എന്നർത്ഥം. നേരത്തെ അങ്ങനെ തന്നെയാണ്. സംയോഗ സംബന്ധത്തോടുകൂടി ഇരിക്കുന്നത് സംയുക്തം. സംയുക്ത സമവായം എന്ന് പറഞ്ഞാൽ സംയുക്തേ സമവായ, സംയുക്തമായ വസ്തുവിൽ ഉള്ള സമവായം.
ശരി, ഇത്രയുമായി. ഇനി അവസാനത്തെ ആറാമത്തെ സന്നികർഷമാണ് വിശേഷണ വിശേഷ്യഭാവ. അതിൻ്റെ ഉപയോഗം അഭാവപ്രത്യക്ഷേ വിശേഷണ വിശേഷ്യഭാവ സന്നികർഷ. ഏഴാമത്തെ പദാർത്ഥമാകുന്ന അഭാവം, അതിൻ്റെ പ്രത്യക്ഷം നമുക്കുണ്ട്. എങ്ങനെയാണ്? ഘടാഭാവവത് ഭൂതലം, ഇഹ ഘടോ നാസ്തി. ഇതൊക്കെ അഭാവത്തിൻ്റെ പ്രത്യക്ഷമാണ്. ഭൂതലേ ഘടോ നാസ്തി, അഭാവത്തിൻ്റെ പ്രത്യക്ഷമാണത്. ഇവിടെ എന്ത് സന്നികർഷമാണ് എന്ന് ചോദിച്ചാൽ വിശേഷണ വിശേഷ്യഭാവമാണ്. മറ്റ് സന്നികർഷങ്ങളൊന്നും പറയാൻ പറ്റില്ല. സംയോഗമില്ലാത്ത സംയുക്ത സമവായം പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. സംയോഗമില്ല, സംയുക്ത സമവായമില്ല, അതൊന്നും പറ്റില്ല. അപ്പോൾ പുതിയൊരു സംബന്ധം പറയുകയാണ്, വിശേഷണ വിശേഷ്യഭാവ. ചക്ഷുസംയുക്ത വിശേഷണ ചക്ഷുസംയുക്ത വിശേഷണത അഥവാ ചക്ഷുസംയുക്ത വിശേഷ്യത, ഇതിനെയാണ് ഇപ്പോൾ ഇവിടെ വിശേഷണ വിശേഷ്യഭാവം എന്ന് പറയുന്നത്. അതായത് ഭൂതലവുമായിട്ട് ചക്ഷുസ്സിന് സംയോഗമുണ്ട്. ഘടാഭാവവത് ഭൂതലം എന്നിങ്ങനെ അഭാവപ്രത്യക്ഷം ഉണ്ടാകുന്നു എന്ന് വയ്ക്കുക. അവിടെ എവിടെയാണോ ഘടാഭാവം ഗ്രഹിക്കുന്നത് ഭൂതലത്തിലാണ്. ആ ഭൂതലവുമായിട്ട് ചക്ഷുരേന്ദ്രിയത്തിന് സംയോഗമുണ്ട്. ആ ഭൂതലത്തിൽ ഘടാഭാവം വിശേഷണമായിട്ട് ഭാസിക്കുകയാണ്. ഘടാഭാവവത് ഭൂതലം എന്ന് ആ ജ്ഞാനം നോക്കി അറിയാം. ഘടാഭാവവത് എന്നുള്ളത് ഭൂതലത്തിൻ്റെ വിശേഷണമാണ്. അപ്പോൾ ഘടാഭാവം ഭൂതലത്തിൻ്റെ വിശേഷണമായിട്ട് ഭാസിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ വിഷയമായിരിക്കുന്ന അഭാവവുമായിട്ട് ചക്ഷുരേന്ദ്രിയത്തിന് എന്താണ് സംബന്ധം? ചക്ഷുസംയുക്ത വിശേഷണത്വം എന്ന് പറയാം. ചക്ഷുസംയുക്തം ഭൂതലം തസ്മിൻ ഭൂതലേ അഭാവ വിശേഷണം ഭവതി എന്നർത്ഥം. അതേപോലെ ഭൂതലേ ഘടാഭാവ എന്നാണ് അഭാവ പ്രത്യക്ഷം എങ്കിൽ ചക്ഷുസംയുക്ത വിശേഷ്യത്വം എന്ന് പറയണം. കാരണം ചക്ഷുസംയുക്തമായിരിക്കുന്ന ഭൂതലം, ആ ഭൂതലത്തിൽ വിശേഷണമല്ല, അഭാവം ഭൂതലത്തിൻ്റെ വിശേഷ്യമാണ്. ഭൂതലേ ഘടാഭാവ എന്നാണ് അറിവിൻ്റെ രൂപമെങ്കിൽ അവിടെ അറിയപ്പെടുന്ന അഭാവം വിശേഷ്യമായിട്ടാണ് അറിയുന്നത്. അപ്പോൾ അഭാവത്തിൽ എന്താണുള്ളത്? വിശേഷണത്വമല്ല ഉള്ളത്, വിശേഷ്യത്വമാണുള്ളത്. അതുകൊണ്ട് രണ്ട് തരത്തിൽ ഇതിനെ പറയണം. വിശേഷണ വിശേഷ്യഭാവ എന്നുള്ളത് ഒന്നുകിൽ വിശേഷണത്വം അല്ലെങ്കിൽ വിശേഷ്യത്വം. അതായത് ചക്ഷുസംയുക്ത വിശേഷ്യത്വം അഥവാ ചക്ഷുസംയുക്ത വിശേഷണത്വം. ഇപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഒന്നുകൂടി വായിക്കാം. അഭാവപ്രത്യക്ഷേ വിശേഷണ വിശേഷ്യഭാവ സന്നികർഷ ഭൂതലം ഘടാഭാവവത് ഇത്യത്ര ചക്ഷുസംയുക്തേ ഭൂതലേ ഘടാഭാവസ്യ വിശേഷണത്വാത്. അർത്ഥം മനസ്സിലായി. ഏവം സന്നികർഷ ഷഡ്കജന്യം ജ്ഞാനം പ്രത്യക്ഷം. ആറിലെ ഏതെങ്കിലും ഒരു സന്നികർഷത്തെ കൊണ്ട് ആറ് തരത്തിലുള്ള സന്നികർഷങ്ങളുള്ളതിൽ ഏതെങ്കിലും ഒരു സന്നികർഷത്തെ കൊണ്ട് ഉണ്ടാകുന്ന ജ്ഞാനമാണ് പ്രത്യക്ഷം. തത് കാരണം ഇന്ദ്രിയം. പ്രത്യക്ഷജ്ഞാനത്തിന് കരണം ഇന്ദ്രിയമാകുന്നു. തസ്മാത് ഇന്ദ്രിയം പ്രത്യക്ഷപ്രമാണം. പ്രത്യക്ഷപ്രമാണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യക്ഷപ്രമ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതി തർക്കസംഗ്രഹേ പ്രത്യക്ഷപരിച്ഛേദ സമാപ്തഃ. പ്രത്യക്ഷപരിച്ഛേദം കഴിഞ്ഞു.